നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 17-ാം തീയതി, 1200-ാം ആണ്ട് ഇടവ മാസം 3-ാം തീയതി, ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. പൂരാടം നക്ഷത്രവുമാണ്. ശനിയാഴ്ചയും പൂരാടം നക്ഷത്രവും രണ്ടും കൂടി വന്നിരിക്കുന്ന പൂരാട നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ്. ഒരാളിന് ദോഷത്തെ കൊടുക്കുന്ന നക്ഷത്രമല്ല. പക്ഷേ ശനിയാഴ്ചയാണ്. ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ, പതുക്കെ പോകുന്നവൻ ശനി. അപ്പോൾ ശനിയാഴ്ച ഇറങ്ങി ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാര്യങ്ങളെല്ലാം പതുക്കെ നടക്കത്തുള്ളൂ. കാര്യങ്ങളൊന്നും അത്ര സ്മൂത്തായി പോകത്തില്ല. ഒരു പ്രാവശ്യം പോവേണ്ട നിങ്ങളെ 3 പ്രാവശ്യം നടത്തിക്കും. 1 കിലോമീറ്റർ പോവേണ്ട ആളിനെ 3 കിലോമീറ്റർ ഓട്ടിക്കും എന്ന് പറയും പോലെ. അതുപോലെ ടെൻഷനും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി വളരെ സൂക്ഷിച്ച് ഈ ദിവസം കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള പൂരാട നക്ഷത്രം, ഇടവ മാസത്തിലെ പൂരാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ് നിങ്ങൾക്ക്. കാര്യങ്ങൾ തടസ്സമുണ്ടാവും, മന്ദതയുണ്ടാവും, രോഗാദി ദുരിതങ്ങളാൽ കഷ്ടപ്പെടും. അതുപോലെ ശത്രുക്കളുടെ ശല്യം കുറയും. അപ്പോൾ ശത്രുക്കളുണ്ടെങ്കിൽ പോലും ശത്രു ദോഷത്തേക്കാൾ ഉപരി ബാധിക്കുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക അസ്വസ്ഥതയും അതേപോലെ കാര്യതടസ്സവും ഒക്കെ ഉണ്ടാകാൻ ഇടവരുന്ന കാലഘട്ടമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചായിരുന്നു ഓരോന്ന് തുടങ്ങാനൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് വേണം തുടങ്ങാൻ. അല്ലെങ്കിൽ എല്ലാം കിടന്ന് എഴയും. നിങ്ങൾക്ക് സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ വരും. എന്തെങ്കിലും അസുഖം വന്നാൽ പോലും സമയത്തിന് സുഖം പ്രാപിക്കാത്ത അവസ്ഥയുണ്ടാവും. പിന്നെ എല്ലാത്തിനും മന്ദത വരും. എല്ലാം പിന്നീടാവിട്ടെന്ന് മാറ്റിവെക്കാൻ ഇടവരും. പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ശനിയുടെ കാലഘട്ടത്തിൽ മന്ദത കൂടും. അപ്പോൾ അലസതയും മടിയും കൂടും. അപ്പോൾ ഇതിനെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്നവരാവട്ടെ, ജോലി ചെയ്യുന്നവരാവട്ടെ, കുട്ടികളാവട്ടെ, നമുക്ക് കുട്ടികളാണെങ്കിൽ ശനീശ്വര യന്ത്രവും വിദ്യാ രാജഗോപാല യന്ത്രവുമായി ചേർത്ത് പിള്ളേർക്ക് ഒരു വർഷത്തേക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട് ഒരു യന്ത്രം കെട്ടിക്കൊടുക്കണം. മുതിർന്നവരാണെങ്കിൽ ശനീശ്വര യന്ത്രവും ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരരുത്, തടസ്സവും മാറണം, നമുക്ക് ശനിയുടെ ദോഷവും ബാധിക്കരുത്, ഒരു പ്രൊട്ടക്ഷനായിട്ട് കെട്ടിക്കൊള്ളുക. ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാലം യാത്രയ്ക്ക് സൂക്ഷിക്കണം. ശരിക്കും രാവുകാല സമയം 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മളുടെ രാവുകാല സമയം 9 മണിക്ക് ആരംഭിക്കില്ല. 9:14 തൊട്ട് 10:47 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ഒന്നാമത് ദിവസം കൊള്ളത്തില്ല. ആ സമയം ഒഴിവാക്കുക യാത്രയ്ക്ക്. അതുപോലെ യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതിൽ ഗുളിക കാല സമയം വരുന്നത് 6:07 തൊട്ട് 7:40 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 3:54 തൊട്ട് 5:28 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. 11:57 തൊട്ട് 12:45 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇടയ്ക്കൊരു 4 മിനിറ്റ് മാത്രമേ കൊള്ളാതെ ഉള്ളൂ. അന്ന് ആ സമയം നമുക്ക് യൂസ് ചെയ്യാം. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശനിയുടെ പ്രഭാവമുള്ള ദിവസമാണ്, ശനിയുടെ ചൈതന്യമുള്ള ദിവസമാണിന്ന്. അപ്പോൾ ശനിക്ക് അനുകൂലപ്രദമായ കറുത്ത കളറോ നീല വസ്ത്രമോ നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശനിയുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരികയും അന്ന് നമ്മളെ തടസ്സം വലുതായിട്ട് ചെയ്യാതെ നമ്മളെ ശനി വെറുതെ വിടുകയും ചെയ്യും. എല്ലാവർക്കും ശനീശ്വരൻ്റെ കൃപയാൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.